വഴിയിൽ നമ്മൾ ഒന്ന് രണ്ട് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ സാംഗ്രിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. സാംഗ്രിയാണ് ബേസ് ക്യാമ്പ്. മോരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു ചായക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റോപ്പ് സാംഗ്രിയാണ്. 1 മണിക്കൂറും കൂടെ എടുക്കുമായിരിക്കും. ഒരു 8 മുതൽ 14 കിലോമീറ്റർ വരെ ഉണ്ട്. നൈസ് യാർ. മോരിയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട്, ഇവിടെ ആരും ചായ കുടിക്കില്ല. വൈകിട്ടൊക്കെ സൂപ്പാണ്. മട്ടൻ സൂപ്പ്, ഖരോഡ സൂപ്പ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഖരോഡ? പായല്ലേ മട്ടന്റെ കാല്, അതാണ് ഖരോഡ. ഈ ചങ്ങായിട്ട് ഇവിടെ നിന്ന് ഞാനൊരു ഹാഫ് മട്ടൺ മോമോസ് പറഞ്ഞു, മട്ടൺ മോമോസ്. ചായ തേടി പോയിട്ട് വേറൊരു കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കൂട്ടുകാരൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നില്ലേ, ഇവിടെ നിന്ന് വന്ന് ചോദിച്ചു. കേരളത്തിൽ ചായയോ പിണാക്കി തേക്കിയെന്നൊക്കെ പറഞ്ഞു. ടേക്ക് ടൈം. അപ്പൊ നമ്മൾ ഉള്ളൊരു കടയിലേക്ക് വന്നു. വെരി സ്വീറ്റ്. ഇവിടുത്തെ ആൾക്കാരൊരു രക്ഷയില്ല, ഭയങ്കര സ്വീറ്റ് പീപ്പിൾ. മോരിയിൽ വന്നിട്ട് നമ്മള് മട്ടൺ മോമോസ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് യാർ. താങ്ക് യു യാർ, താങ്ക് യു സോ മച്ച്. പോക്കറ്റിൽ ബാക്കി വെച്ച് താഴെ വിടുപോയി. ഇവിടുത്തെ ആൾക്കാര് ഭയങ്കര സ്വീറ്റ് ആണ്, കാലിപ്പ് ആൾക്കാർ, ഭയങ്കര സ്നേഹമുള്ള ചങ്ങായിമാരാണ്. എല്ലാവർക്കും കേരളത്തെ പറ്റി ആവശ്യത്തിൽ കൂടുതൽ ക്ലാസ് കൊടുക്കും. വരട്ടെ, ഗോഡ്സ് ഓൺ കൺട്രി. ചൂട് അവരുടെ ആ മോളൊക്കെ ചേർത്ത് ചട്നി പോലത്തെ സാധനം. ബെബോ ആണ് നമുക്ക് ചായ ഉണ്ടാക്കി തന്നത്. താങ്ക് യു ചായ അച്ചിതി. ആ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര രക്ഷയില്ല. ആ കൂട്ടുകാരൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് അവിടുന്ന് വെജ് മോമോസ് കൊണ്ടുവന്നു. അവിടെ മട്ടൺ മോമോസ് ഇല്ലായിരുന്നുണ്ട്. അങ്ങനെ എത്രയൊക്കെ പറഞ്ഞിട്ട് പുള്ളി കാശ് മേടിക്കുന്നില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെയാണ് സ്നേഹത്തിന്റെ പേരിൽ. ഗൂർഖ റെജിമെന്റ് ഉണ്ടായിരുന്നേന്. ഭീം സർ, താങ്ക് യു, താങ്ക് യു. നമ്മുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ചങ്ങായിമാരാണ്. ഇല്ല, തീർന്നിട്ടില്ല ഫോട്ടോസ്. ആ കൂട്ടുകാരൻ മഹാരാഷ്ട്രയിൽ നിന്നാണ്. അങ്ങ് അറ്റമുള്ള ആൾ മോഹിത് ഇസ് ഫ്രം ഡൽഹി. ബാക്കി 3 മഹാരാഷ്ട്രയിൽ. ഇവർ 3 പേര് IT കമ്പനി വർക്ക് ചെയ്യുന്ന ആള്. ആപ്ക നാം? ധീരജ്, മോഹിത്. നമ്മൾ വന്ന് ചായക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയ സമയം മുതൽ അതിനുശേഷം ഒരു അരമണിക്കൂറായി നമ്മൾ പോയിട്ട് വന്നത്. ഇപ്പൊ ആ ആകാശത്തിന്റെ ഷെയ്ഡ്, picture perfect. We got some fabulous pictures. Oof, colors, man. നമ്മൾ വരുന്ന വഴിക്ക് നല്ല അസലായിട്ട് കണ്ടതാണ്. ആ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് തീ കത്തുന്നതാണ്. അവിടെ കാടാണ്. അവിടെ ഇവര് കൺട്രോൾഡ് ആയിട്ട് ഇട്ടതാണോ തീ വന്നതാണോ എന്ന് അറിയില്ല. രസമാണ്. എന്തായാലും നല്ല തീ എന്തായിരുന്നു. അരുണ്ടയിൽ വേറെ വീഡിയോസ് ഉണ്ട്. ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ്. നമ്മൾ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ കുറെ സാധനങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ മേടിക്കേണ്ടി വന്നു. ട്രാക്ക് പാൻസ് നമ്മൾ പറഞ്ഞാൽ മേടിച്ചു, ബട്ട് ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ അതെ ഇഷ്ടംപോലെ ഷൂസ് ഉണ്ട്. എവറിത്തിങ് ഇസ് ഫോർ റെന്റ്. ചൂടുവെള്ളം എടുക്കാനായിട്ടൊരു ചെറിയ ഫ്ലാസ്ക് ഇവിടുന്ന് റെന്റിനെടുത്തു. ഈ ഒരു ട്രാക്ക് പാൻസ് നമ്മൾ 3 പേരെടുത്തു. കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടി വന്നു. ഞാൻ ഷൂസ് മേടിച്ചായിരുന്നു, പക്ഷേ എങ്കിലും ഒരു സൈസ് മുകളിലുള്ള ഷൂസ് വേണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡിന്നറും ഒക്കെ കഴിച്ചിട്ട് ബാക്കി അടുത്ത എപ്പിസോഡ്. വിചാരിച്ചത് തെറ്റിയില്ല. നമ്മളെ ഈ വണ്ടിയുടെ ഇതിന്റെ മണ്ടയിലേക്ക് ഇരുത്തിയിട്ടാണ് നമ്മളെ ബാഗിൽ ലഗേജ് ഒക്കെ വെച്ചിട്ട്. This is going to be so much fun. ഒന്ന് That's our team. And that's our